കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉംറ തീർത്ഥാടകനെ മർദ്ദിച്ചെന്ന് പരാതി. ടോൾ ജീവനക്കാരാണ് മർദ്ദിച്ചത്. മലപ്പുറം വെള്ളുവമ്പ്രം സ്വദേശി റാഫിദിനാണ് മർദ്ദനമേറ്റത്. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും. വിപിൻ, എന്താണ് സംഭവിച്ചത് അവിടെ? വിജയകുമാർ, ഈ കരിപ്പൂരിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ വലിയ വിമർശനങ്ങളും പരാതികളും ഒക്കെ ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ ഉംറ തീർത്ഥാടകനായിട്ടുള്ള വള്ളുവമ്പ്രം സ്വദേശി റാഫിദിന് മർദ്ദനമേറ്റു എന്നുള്ളതാണ് ഈ പരാതി. കാരണം ഉമ്മയും അതുപോലെ തന്നെ റാഫിദും ഉംറ കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ സഹോദരനാണ് കൂട്ടാൻ വേണ്ടി കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് എത്തിയത്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അരമണിക്കൂറാണെങ്കിൽ 40 രൂപയും അതിനുശേഷമാണെങ്കിൽ പിന്നീട് 40-നേക്കാൾ കൂടുതൽ തുകയും കൊടുക്കുക എന്നുള്ളതാണ് ഈ ടോളിൻ്റെ ഒരു രീതിയുള്ളത്. എന്നാൽ ഈ തുക 40-ലേറെ തുക ചോദിക്കുകയായിരുന്നു. അപ്പോൾ അത് ചോദ്യം ചെയ്തതാണ് ഈ മർദ്ദനത്തിലേക്ക് എത്തിയത്. അവർ ഒരു 6 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കരാർ ജീവനക്കാർ എത്തുകയും ഈ വാഹനത്തിലേക്ക് അടിക്കുകയും റാഫിദിനെ പുറത്തേക്ക് ഇറങ്ങി മർദ്ദിച്ചു എന്നുള്ളതാണ്. റാഫിദിന്റെ ദേഹത്താണെങ്കിൽ അടിയേറ്റതിൻ്റെയൊക്കെ പാടുകളുമുണ്ട്. അങ്ങനെ കുന്നുമ്മൽ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത്. അപ്പോൾ വലിയ പ്രകോപനങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ ഒരു ചോദ്യം ചെയ്തതിന്, അതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചതിന് 6 പേർ ചേർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ പരാതിയുള്ളത്. ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം പരാതികൾ അവിടെ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ പോലീസ് ഇടപെട്ടോ? ഈ പരാതി വന്നതിന് ശേഷം പോലീസ് ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും പരാതി ഇപ്പോൾ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലാണ് റാഫിദും കുടുംബവും പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചും വിളിക്കുകയും ഇതിൻ്റെ എന്താണ് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരാതി എഴുതി നൽകുന്നതിനും ഒക്കെ വേണ്ടി ഇന്നിപ്പോൾ 4 മണിയോട് കൂടി റാഫിദിനോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മലപ്പുറം വെള്ളുവമ്പ്രം സ്വദേശി റാഫിദിനാണ് മർദ്ദനമേറ്റത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് അതിൽ ഇടപെട്ടിട്ടുണ്ട്. പരാതി എഴുതി നൽകണമെന്നും റാഫിദിനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്.